ഹലോ ഗൈസ്, ഇതെന്താണെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? പറഞ്ഞുതരാം. അതിനു മുന്നായിട്ട് വാപ്പുമ്മ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വരുന്ന വഴി എനിക്ക് 2 സാധനങ്ങളൊക്കെ വാങ്ങിച്ചാണ് ആൾ വന്നത്. ഫസ്റ്റത്തത് ഈ വേഫർ റോളാണ് കേട്ടോ. ഈ സംഭവമില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനം. അതിങ്ങനെ നമുക്ക് കടിച്ച് തിന്നുമ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ ചോക്ലേറ്റും അതൊക്കെ കൂടി ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഈ സാധനം. പിന്നെ എനിക്ക് വാങ്ങിച്ചുകൊണ്ടുവന്നത് ഈ ബീഫ് റോളാണ്. ബീഫ് റോൾ ഇപ്രാവശ്യം വാഴയില പോസിട്ടൊക്കെയാണ് കിട്ടിയത്. ഇനി നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. ഇന്നൊരു ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാന്ന് വെച്ച് അതിൻ്റെ ഇടയിൽ നടന്ന സംഭവമാണ് നിങ്ങൾ ഫസ്റ്റ് കണ്ടത്. ബിരിയാണി വെക്കണത് മൊത്തം ഉമ്മിച്ചാണ്, ഞാനൊരു ഹെൽപ്പർ, അത്രേ ഉള്ളൂ, ഒരു കൈസഹായം. സവാള വാടി വന്നപ്പോൾ നമ്മൾ അതിലോട്ട് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് എടുത്തില്ല മറന്നു. ആ പേസ്റ്റ് ആക്കിയിട്ട സാധനം ഈ തക്കാളി മുളകൊക്കെ കൂടെ അരച്ചതാണ് കേട്ടോ. പിന്നെ നമ്മൾ പൊരിച്ച ചെമ്മീനും കൂടെ ഇട്ടിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത്. എനിക്കാണെങ്കിൽ ബിരിയാണിയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ചെമ്മീൻ ബിരിയാണിയാണ് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും സിങ് അങ്ങോട്ട് നിറഞ്ഞ് അത്രയും ഒരു ലോഡ് പാത്രം ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും ഒരു പരിവ്. പിന്നെ നമ്മൾ നഖം വെട്ടാനിരുന്നു. അമ്മക്ക് എപ്പോഴും നഖം വെട്ടി കൊടുക്കാറ് ഞാനാണ് കേട്ടോ. ഇടയ്ക്ക് ശരിയാവും, ഇടയ്ക്ക് ശരിയാവില്ല, എന്നാലും ഞാൻ തന്നെ വെട്ടല്. എന്തായാലും വെട്ടാനിരുന്ന്. അപ്പൊ പിന്നെ ഞാൻ എൻ്റെ നഖം കൂടി അങ്ങ് വെട്ടി. അതൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ ചെന്ന് നോക്കിയപ്പോൾ നമ്മളെ ബിരിയാണി റെഡി ആയിട്ടുണ്ടായിരുന്നു. ലെയർ ആയിട്ട് ഇട്ടുകൊണ്ട് ഉമ്മിച്ച് അത് മൊത്തം അങ്ങോട്ട് മിക്സ് ചെയ്തു. പിന്നെ കുറച്ച് കച്ചമ്പർ ഒരു സൈഡിലോട്ട് ഇട്ടിട്ട് അത് അങ്ങോട്ട് തിന്നു.